കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ടാണ്. CK അഭിലാൽ നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. അഭിലാൽ, ഇന്നലെ മുതൽ തന്നെ റാന്നിയിലും കോന്നിയിലുമൊക്കെ വലിയ രീതിയിലുള്ള ശക്തമായ മഴയുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ചിലയിടങ്ങളിൽ തിരുവല്ലയിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പ് വരെ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്ഥിതി എന്താണ്? ജില്ലയിൽ മഴയ്ക്ക് അല്പമെങ്കിലും ഒരു ശമനമുണ്ടോ? അറിയ പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തി പ്രദേശമാണ് കടപ്ര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് വരമ്പനകത്തുമാലി. 100 മീറ്ററൂടെ പോയാൽ പുഴയാണ്, അതായത് മണിമലയാർ കടന്നു പോകുന്ന പ്രദേശമാണ്. അതിന് അനുബന്ധമായിട്ട് ഒഴുകുന്ന ഒരു തോടിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണുള്ളത്. ചെറു റോഡുകളും പറമ്പുകളും വീടുകളുടെ പരിസരവും ആകെ വെള്ളം കയറിയിട്ടുണ്ട്. അതായത് മണിമലയാർ കര കവിഞ്ഞാൽ ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രദേശം കൂടിയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒക്കെ തന്നെ കനത്ത മഴ പെയ്ത ഒരു പ്രദേശമാണ്. എന്നാൽ രാത്രി മഴ മാറി നിന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൻ്റെ അംഗം കൂടിയായിട്ടുള്ള സൂസമ്മ പൗലോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം വീട്ടിലെ കാര്യം പറ. വീട്ടിൽ 5 ദിവസമായിട്ട് വെള്ളമായിട്ട് കിടക്കുകയാണ്. മിനിഞ്ഞാന്ന് രാത്രി വീട്ടിൽ വെള്ളം കയറി. ഇന്നലെയും നല്ല മഴയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഒരു ചെറിയ മഴ പെയ്തു. രാത്രിയിലെ മഴ കുറവായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് പോകുന്നു. വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുറച്ച് ദിവസങ്ങളായിട്ടിവിടെ കഴിയുന്നത്. ഇപ്പോൾ ഇത് 4ാമത്തെ വെള്ളമായി, വർഷത്തെ 4ാമത്തെ വെള്ളമാണ് വീടിനകത്ത് കയറുന്നത്. ചുരുക്കത്തിൽ വാർഡിൽ നിന്ന് വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചാൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. എന്നാലും നീന്തി കയറി പോകാതിരിക്കാൻ പറ്റുന്നില്ല. പോയേ പറ്റത്തുള്ളൂ. പോകുന്നുമുണ്ട്. ഈ പഞ്ചായത്തിലെ മറ്റ് ഇടങ്ങളിലേക്ക് സ്ഥിതി പൊതുവെ എങ്ങനെയാണ്? 1-ാം വാർഡിലും 13-ാം വാർഡിലുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ബാക്കിയുള്ളിടത്ത് ഇത്രയില്ല. 13-ാം വാർഡെന്ന് പറയുമ്പം തേവേരി വരും, തേവേരി ഭാഗം വരും. 13ഉം 12ഉം 1ഉമാണ് കൂടുതൽ കഷ്ടത്തിൽ ആയിരിക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ കുറച്ചൊക്കെ ഇത്രയില്ല, എങ്കിലും വെള്ളത്തിലാണ്. ഞങ്ങൾക്കിപ്പോൾ എങ്ങും ഇറങ്ങാൻ വയ്യ. 4 വാർഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. കൃഷിയിടങ്ങളാകെ വെള്ളത്തിലാണ്, എല്ലാം വെള്ളത്തിലാണ്. കൃഷിയിടങ്ങൾ, സ്കൂളുകൾ എല്ലാം വെള്ളത്തിലാണ്. ഞങ്ങൾക്ക് പുളുക്കി ജംഗ്ഷനിലോട്ടൊന്ന് പോകണേ 3.5 കിലോമീറ്റർ ദൂരം നീന്തിയെങ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു വണ്ടി വരുമോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരവസ്ഥയാണ് ഞങ്ങളുടെ. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കൃഷി എന്ന് പറയുമ്പം നെല്ല് കൂടാതെ ഇവിടുത്തെ പ്രധാന വാഴയാണ്. വാഴ, തെങ്ങ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൃഷി. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഈ ആറ്റിലെ മണ്ണും ചെളിയും നീക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ 6 നികന്ന് കിടക്കുകയാണ്. വർഷങ്ങളായി ആറ്റിൽ മണ്ണ് വാരാതായിട്ട് മണ്ണും ചെളിയും നികന്ന് ആൾക്കാർക്ക് ജീവിതം വളരെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാകൂ. നീരേറ്റുപുറം മേഖലയാണ് തൊട്ടടുത്തത്. ആലപ്പുഴ ജില്ല ചക്കുളത്താവ് ക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രദേശം. അവിടെയും സമാനമായിരിക്കുമല്ലോ. നീരേറ്റുപുറവും ഇതുപോലെ അവസ്ഥയാണ്. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ട് നീരേറ്റുപുറത്തില്ല. കാരണം ഇതാണ് താണ് കിടക്കുന്ന പ്രദേശം. അതുകൊണ്ട് അതിൻ്റെതായ ഇപ്പോൾ കുറച്ചു മുൻപ് ഒരു വീടിന്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ, അത് 2 നിലയുള്ള വീടായതിനു കൊണ്ട് ആളുകൾ സാധനങ്ങളൊക്കെ മുകളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. താമസം 1-ാം നിലയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ അതില്ലാതെ ഈ ഒറ്റ നില മാത്രമുള്ള വീടുകൾക്കൊക്കെ അവിടെ ആളുകൾക്ക് കഴിയാൻ തന്നെ പ്രയാസമാണെന്ന് തോന്നുന്നു. ഇന്ന് മഴ അറിയിപ്പില്ല അവിടെ ജില്ലയിൽ. അപ്പൊ ഇന്നൊന്ന് മഴ പെയ്യാതിരുന്നാൽ വെള്ളം ഇറങ്ങുമോ? ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ശേഷം കാര്യമായ മഴയില്ല. അതേസമയം പുലർച്ചെ ചിലയിടങ്ങളിൽ മാത്രം ഒറ്റപ്പെട്ട ചെറിയ മഴ പെയ്തു. ഇപ്പോൾ അല്പം വെയിൽ ഉറച്ചിട്ടുണ്ട്, മാനം തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അത് എത്ര സമയത്തേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴയ്ക്ക് മാറ്റം ഉണ്ടാകാനിടയില്ല. കർക്കിടകം എന്ന് പറയുന്നത് കനത്ത മഴയുള്ള സമയം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. 1-2 ആളുകൾ, പ്രദേശവാസികളായിട്ടുള്ള ആളുകളുണ്ട്. അവരോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. വീട്ടിലേക്ക് അവസ്ഥ വളരെ മോശമാകാൻ എന്തായാലും സാധ്യതയാണ്. ചേട്ടാ, എന്താ അവസ്ഥ വീട്ടിൽ? ഭയങ്കര വെള്ളപ്പൊക്കമാണ്. ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യാത്ത രീതിയിലാണ്. ഇപ്പോഴും കണ്ടത് അരേറ്റം വെള്ളത്തിൽ നീന്തിയായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയത് എപ്പോഴാ? ഇന്നലെ സന്ധ്യ മുതൽ. മോളാണോ? കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ പോകണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇന്നലെയൊക്കെ പോയായിരുന്നു. സ്കൂളിൽ വെള്ളം കയറത്തില്ല. അവധി പ്രതീക്ഷിക്കാം. വേറെ എന്താ പരിപാടി? ഇപ്പൊ വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടോ? കൂട്ടുകാരുമൊത്തുള്ള കളി അങ്ങനെയുള്ളത് മാത്രം മുടങ്ങും. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിയിലൊക്കെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഉണ്ടോ? മീൻ പിടിച്ചോ? മീൻ പിടിച്ചിട്ടൊന്നുമില്ല, ചൂണ്ടാക്കി കെട്ടണം. ഇത് വെള്ളം ആദ്യം കയറുന്ന പ്രദേശമാണല്ലോ. അതെ, വെള്ളം ഏറ്റവും ആദ്യം കയറുന്ന ഒരു പ്രദേശമാണ് വരമ്പനകത്തുമാലി ഭാഗം എന്ന് പറയുന്നത്. അതായത് പത്തനംതിട്ട ജില്ലയുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു അതിർത്തി പ്രദേശമാണിത്.
ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം ഈ ആറുകളെല്ലാം മണ്ണിൽ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ വർഷവും കൃത്യമായിട്ട് വെള്ളം പൊങ്ങും. ഈ തവണ ഒരു 4 തവണ ഓൾറെഡി വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു മെയ് മാസം തൊട്ട് ഇപ്പം ഈ ജൂലൈ വരെ ഇപ്പം 4 വെള്ളം പൊങ്ങിക്കഴിഞ്ഞു. ഓഗസ്റ്റിൽ 2018 ഓഗസ്റ്റിലാണ് വെള്ളം പൊങ്ങിയത്. അപ്പോൾ ആ സമയം വരെ വെള്ളം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയും മാസം നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ്. കൂലിപ്പണിക്കാർക്കൊക്കെ ശരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയങ്ങളാണ് ഇതെല്ലാം. അതുപോലെ കൃഷി. ആര്യ, കുട്ടനാട്ടിലെ പുതിയ നിർമ്മിതികൾ എന്നുള്ളത് കരയിൽ നിന്നും ഭൂമി നിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിലാണ്. അതിന് സമാനമായ രീതിയിലുള്ള നിർമ്മിതികൾ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലകളിലും പുതിയ നിർമ്മിതികളൊക്കെ തന്നെ ഒന്നുകിൽ മണ്ണിട്ട് ഉയർത്തിയ വീടുകൾ, അതല്ലെങ്കിൽ പില്ലറിൽ ഒരു നില പില്ലറിൽ അതിനുശേഷം 2ാം നില എന്നുള്ള തരത്തിലാണ്. കാരണം വർഷാവർഷം വെള്ളം ഉയരുന്നു. കാരണം ഒരു 3-4 മാസം മിനിമം വെള്ളത്തിൽ കഴിയേണ്ട സ്ഥിതിയുണ്ട്. അപ്പോൾ സേഫായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ്. സമാനമായ രീതിയിൽ ഉള്ള വീടുകൾ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വെള്ളപ്പൊക്കം വന്നാലും വീട് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലും ജാഗ്രതയുമാണ് നമുക്ക് ഇവിടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. ആര്യ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയുടെ അളവിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. അത് വെള്ളത്തിൽ കൂടി പ്രതിഫലിച്ചെങ്കിൽ മാത്രമേ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയുള്ളൂ. ശരി, അപ്പർ കുട്ടനാട്ടിലെ ജനങ്ങളുടെ ദുരിതം, ആ ദുരവസ്ഥയാണ് ഇതാ ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും CK അഭിലാൽ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. നേരത്തെ കുട്ടനാട്ടിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന വീടിന്റെ പുതിയൊരു നിർമ്മിതി ഉണ്ടായിരുന്നു. അതിപ്പോൾ അപ്പർ കുട്ടനാട്ടിലേക്കും അത് എത്തുകയാണ്. ആദ്യത്തെ നില അവർ പില്ലർ ഉപയോഗിച്ച് ഉയർത്തിവെക്കും, 2ാമത്തെ നിലയിൽ ആളുകൾ താമസിക്കും. ഇതാണ് അപ്പർ കുട്ടനാട്ടിലെ ഒരു ദുരവസ്ഥ നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഇന്നലെ ഒരു വൈകിട്ട് 4 മണി മുതൽ മഴ മാറി നിൽക്കുന്നുണ്ട്. വെള്ളം ഇറങ്ങുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളത്.